ഇന്ത്യ പുതുതായിട്ട് ആണവായുധ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ലോകം ഇപ്പോൾ പ്രധാനമായും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. സാധാരണഗതിയിൽ ആണവായുധ പരീക്ഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് പ്രഖ്യാപിക്കുന്നത്. 1998 ശേഷം നമ്മൾ ആണവായുധ നിർമ്മാണമോ ആണവായുധ പരീക്ഷണങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പൊക്രാൻ 3 എന്ന പേരിൽ ആണവായുധ പരീക്ഷണം നടത്തുന്നതിനുള്ള ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഡിഫൻസ് സൈറ്റുകൾ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്? എന്തിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മുടെ പരമ്പരാഗത ശത്രു പാകിസ്ഥാൻ തന്നെയാണ്. നമുക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാനെ നമ്മൾ കയറി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്തരം ഒരു നീക്കം നടത്താനുള്ള കാരണം എന്താ? ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസ പരിപാടി നടത്തുന്നുണ്ട്. കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്ത അഭ്യാസം. ഈ സമയത്ത് പാകിസ്ഥാൻ്റെ നാവികസേന, അവരുടെ എയർഫോഴ്സ് ഒക്കെ തന്നെ നമുക്കെതിരെ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ഈ സർക്രീക്ക് മേഖലയിലേക്ക് കടന്നു കയറുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഇപ്പോൾ മറ്റ് ചില കാര്യങ്ങളെ കൂട്ടി വായിക്കണം. അതായത് എല്ലായ്പ്പോഴും പാകിസ്ഥാനെ സ്വന്തം ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന രാജ്യം അമേരിക്ക. ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നു പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു. എന്നാൽ അത് എവിടെയാണ് നടത്തുന്നതെന്നോ എപ്പോഴൊക്കെയാണ് നടത്തിയതെന്നോ എനിക്ക് കൃത്യമായ ധാരണയില്ല. പക്ഷേ ഭൂമിക്കടിയിലാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂമിക്കടിയിൽ ഈ പരീക്ഷണങ്ങൾ നടത്തിയാൽ പോലും അത് അറിയണമെന്നില്ല, അറിയാതിരിക്കണമെന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെയുള്ള ചെറിയ തരംഗങ്ങൾ, ചെറിയ പ്രകമ്പനങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് ആഗോളതലത്തിലുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിരീക്ഷണ കേന്ദ്രം ഇത് മനസ്സിലാക്കി ഇന്ത്യ ഒന്ന് സൂക്ഷിച്ചോളണം. അപ്പോൾ ട്രംപ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു, പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ ഗൗരവമായി കാണണം. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകി. അവരുടെ എയർ ബേസുകൾ തകർത്തു. അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തി. അന്നൊക്കെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളിനി ആണവായുധം പരീക്ഷിക്കും, ഞങ്ങളിനി ആണവായുധം പ്രയോഗിക്കും ഇന്ത്യക്ക് നേരെ. നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോകുമ്പോൾ മാത്രമായിരിക്കാം അറ്റ കൈപ്രയോഗം എന്ന നിലയിൽ ആണവായുധം പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ ട്രംപ് പറയുന്നത് ചൈനയും പാകിസ്ഥാനും തുടർച്ചയായിട്ട് ചെറുതും വലുതുമായ ആണവ പരീക്ഷണങ്ങൾ ഭൂമിക്കടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൈന നടത്തുന്ന ആണവ പരീക്ഷണം അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് പറയുന്നു പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണം നിങ്ങൾക്കും ഭീഷണിയാണ്. ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ ഹൈഡ്രജൻ ബോംബിൻ്റെ പരീക്ഷണം അല്ലെങ്കിൽ ഈ പൊക്രാൻ 3 എന്ന് പറയുന്ന ആണവ പരീക്ഷണത്തിൻ്റെ ജാലകം തുറന്നിട്ടു എന്നൊക്കെ തന്നെ ലോകത്തോട് പറയുന്നത്. ഏതാണ്ട് 2000 മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഇതുപോലെ ആണവ പരീക്ഷണം നടത്തി. അന്ന് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇസ്ലാമാബാദിനും ന്യൂഡൽഹിക്കും വലിയ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പ്രശ്നപരിഹാരത്തിനായിട്ട് UN-ഉം US-ഉം ഒക്കെ നിർദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാൻ മിസൈലുകൾ വിന്യസിക്കാൻ പാടില്ല. തിരിച്ച് പാകിസ്ഥാൻ്റെ ബോർഡറുകളിൽ ഇന്ത്യയും മിസൈലുകൾ വിന്യസിക്കാൻ പാടില്ല. ഈ മിസൈലുകളിൽ ആണവ പോർമുനകളൊന്നും തന്നെ ഉണ്ടാകാനും പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകി. ഇരു രാജ്യങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് 2001 സെപ്റ്റംബർ 21 ജോർജ് ബുഷ് ഭരണകൂടമാണ് ഈ ഉപരോധങ്ങളൊക്കെ നീക്കിയത്. ഈ ഉപരോധങ്ങളൊക്കെ നീക്കിയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമൊന്നും അത്ര നല്ല രീതിയിലൊന്നുമല്ല മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നുവെന്നും ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ നടത്തിയ കനത്ത ആക്രമണത്തിൽ നിരവധി വിമാനങ്ങൾ തകർന്നുപോയി. അപ്പോൾ വളരെ മോശമായ ഒരു യുദ്ധമായിട്ട് അത് മാറുകയും ചെയ്തു. അന്ന് അമേരിക്ക ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കും, നിങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം എന്നേക്കുമായിട്ട് വിച്ഛേദിക്കും. അങ്ങനെയൊക്കെ മുന്നറിയിപ്പ് നൽകിയാണ് ഇസ്ലാമാബാദിനെയും ന്യൂഡൽഹിയെയും ഈ ആണവ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ചത്.
അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അന്ന് കൊല്ലപ്പെടുമായിരുന്നു. ഇതൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ മറുപടി ഒന്നും പറയുന്നില്ല. എന്തായാലും ഇന്ത്യ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ലോകത്തെ ഒരു രാജ്യത്തിനുമെതിരെ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല, കൂടാതെ ആണവ ശക്തികളല്ലാത്ത ഒരു രാജ്യത്തിനും മേൽ ഇത് ഉപയോഗിക്കില്ലെന്നും പറഞ്ഞു. പക്ഷേ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ നമുക്ക് മേൽ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ, അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പോലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനമായിട്ട് വന്നു. അന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന് പറയുന്ന ആ നിലപാട് വേണമെങ്കിൽ ഞങ്ങളങ്ങ് മാറ്റും, അതങ്ങ് തിരുത്തി എഴുതും, ഞങ്ങൾ ആദ്യം വേണമെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണവായുധം ഉപയോഗിച്ചാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ നിന്ന് പോലും അപ്രത്യക്ഷമാകാം. ഇപ്പം നിലവിൽ 180ഓളം ആണവായുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്, 170ഓളം ആണവായുധങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിലുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഇന്ത്യ 1998 ഈ പൊക്രാനിൽ ആണവ പരീക്ഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് പാകിസ്ഥാനും ഈ പരീക്ഷണം നടത്തിയ വാർത്ത പുറത്തു വന്നത്. അന്ന് മുതൽ കേൾക്കുന്ന കഥ അമേരിക്കയാണ് ഈ ആണവായുധങ്ങൾ പാകിസ്ഥാന് നൽകിയത്, അതല്ലെങ്കിൽ അമേരിക്കൻ ആണവായുധങ്ങൾ പാകിസ്ഥാനിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഈ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയപ്പോഴും കേട്ട കഥ, അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ, അമേരിക്ക അനുവാദം നൽകാതെ പാകിസ്ഥാൻ ഈ ആണവായുധത്തെ തൊടാൻ പോലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയാണ് അവരെ സഹായിച്ചത്. ഇപ്പോൾ അമേരിക്ക നമ്മളോട് പറയുന്നു പാകിസ്ഥാൻ ഈ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും ചൈനയുമായിട്ടുള്ള ബന്ധം അമേരിക്കയ്ക്ക് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും രണ്ട് ശത്രുക്കൾ. അപ്പോൾ ചൈന അമേരിക്കയുടെ ശത്രു, ഇന്ത്യക്ക് പാകിസ്ഥാൻ ശത്രു. അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കാം, ഈ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. 33 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളും ആണവ പരീക്ഷണത്തിലേക്ക് പോവുകയാണെന്നും ട്രംപ് പറയുന്നുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ ഇപ്പം പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയ കാര്യം പറഞ്ഞല്ലോ, കൂടാതെ നോർത്ത് കൊറിയ, റഷ്യ, ചൈന ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. അതും ചെറുതും വലുതുമായ ആണവ പരീക്ഷണങ്ങൾ ഭൂമിക്കടിയിലാണ് നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളും നടത്തുമെന്ന് പറയുന്നു. ഈ വിവാദപരമായ പ്രസ്താവനയ്ക്ക് ശേഷം ലോകം അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ രക്ഷയ്ക്കായിട്ട് അവിടുത്തെ ഊർജ്ജ സെക്രട്ടറി ഉണ്ട്, ക്രിസ് റൈറ്റ്, അദ്ദേഹം രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ട്രംപ് പറഞ്ഞത് ആണവായുധ പരീക്ഷണം നടത്താനല്ല, അവിടുത്തെ അമേരിക്കൻ ആർമിയോട് പറയുന്നത് പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുക, നിർമ്മിക്കുക, ഇക്കാര്യമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അമേരിക്ക ഈ നെവാഡ മരുഭൂമിയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂൺ പോലെയുള്ള മേഘങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്? അപ്പോൾ ആ പറഞ്ഞതിനകത്ത് ചില പൊരുത്തക്കേടുകളുണ്ട്. ഇവിടെ ലോകത്ത് 150 തവണ തകർക്കാൻ കഴിയുന്നത്ര ആണവായുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറയുന്നുണ്ട്. അത് ശരിയുമാണ്. കാരണം ഏറ്റവും അധികം ആണവായുധങ്ങളുള്ളത് റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലാണ്. ചൈനയുടെ കയ്യിൽ ഏതാണ്ട് 600ഓളം ആണവായുധങ്ങളുണ്ട്. ഇവിടെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് മാത്രമല്ല, ചൈനയും നടത്തുന്നു. ചൈന വളരെ വേഗത്തിലാണ് ഈ പരീക്ഷണം നടത്തുന്നതും ആണവായുധ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ രീതി തുടർന്നാൽ 5 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ കയ്യിലുള്ളത്ര ആണവായുധങ്ങൾ ചൈനയുടെ കയ്യിലുമുണ്ട്. അപ്പോൾ ചൈനയെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നല്ല ഒരു പേടിയാണെന്ന് പറയാം. ഈ നോർത്ത് കൊറിയ അതുപോലെയാണ്. ആരുടെയും ഈ പറയുന്ന ഭീഷണിയോ അല്ലെങ്കിൽ ഉപരോധങ്ങളെയോ ഒന്നും മൈൻഡ് ചെയ്യാതെ അവർ ഇടയ്ക്കിടയ്ക്ക് ആണവ പരീക്ഷണം നടത്തും. കിം ജോങ് ഉന്ന് എപ്പോഴെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. ഇവിടെ റഷ്യയും നോർത്ത് കൊറിയയും ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ ആണവ പരീക്ഷണം നടത്തിയിട്ടും എന്താണ് മീഡിയ അത് വാർത്തയാക്കാത്തത്? ലോക മാധ്യമങ്ങളൊക്കെ തന്നെ അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ വലിയ വാർത്തയാക്കും. കാരണം ഞങ്ങളൊരു തുറന്ന പുസ്തകമാണ്, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയുന്നില്ല, അല്ലെ ഇല്ല എന്ന് ട്രംപ് പറയുന്നു. ഇവിടെ ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിൽ അടുത്തിടെ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതിന് ശേഷം ട്രംപ് പറയാണ്, ചൈന ഞങ്ങളെ വലിയ തോതിൽ നിരീക്ഷിക്കാൻ തുടങ്ങുന്നുണ്ട്, ഞങ്ങളുടെ പവർ ഗ്രിഡിലേക്ക്, ജലവിതരണ സംവിധാനങ്ങളിലേക്ക് തന്നെ ചൈന നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൈനയെ നിരീക്ഷിക്കുന്നുണ്ട്, ചൈനയുടെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ച് വരികയാണെന്ന് അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു, ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തിയൊന്നുമില്ല, അതൊന്നും നടത്തിയിട്ടില്ല. മാത്രമല്ല അമേരിക്ക അങ്ങനെ വീക്ഷിക്കുന്നൊന്നുമില്ല, ഇത് ചൈന വ്യക്തമാക്കുന്നു. എന്തായാലും അമേരിക്കയ്ക്ക് ചൈന ഒരു ഭീഷണി തന്നെയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് ചൈനയെ നേരിടണമെങ്കിൽ ഇന്ത്യൻ സഹായം വേണം.
അതുകൊണ്ടാണ് ഇവിടെ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു, ഭൂമിക്കടിയിലാണ് നടത്തുന്നത്, പക്ഷേ എവിടെ എപ്പോഴെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഇന്ത്യ ഒന്ന് സൂക്ഷിച്ചോണം എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. അതെന്തായാലും നന്നായി. നമ്മൾ പൊക്രാൻ 3 എന്നതിലേക്കുള്ള ഒരു കാൽവയ്പ് ഇനി നടത്താം. ഒപ്പം തന്നെ നമ്മുടെ ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണം, അതുപോലെ K5 അന്തർവാഹിനിയിൽ നിന്നുള്ള മിസൈലുകളുടെ വിക്ഷേപണം, അഗ്നി 6ൽ നിന്നുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം, ഇവയുമൊക്കെയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. പ്രകോപനങ്ങൾ ചെറിയ തോതിലെങ്കിലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകാനായിട്ട് രണ്ടും കൽപ്പിച്ച് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പാകിസ്ഥാൻ നമുക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ സൈനിക പ്രതിരോധ കരാർ ഒപ്പിട്ടുള്ള അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുമോ അതോ പാകിസ്ഥാനൊപ്പം നിൽക്കുമോ എന്നുള്ളതും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്.